അപ്പൊ ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മൾ നമ്മുടെ വീക്ക്ലി റീചാർജ് സെഷനിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കാം, അല്ലേ? മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കാം എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു വരുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാനോ? ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ? റെഡി അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. യെസ്, ഓക്കെ ഓക്കെ. സെറ്റാണ്. എല്ലാരും റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് സെഷൻ കുറച്ച് ഡെപ്ത് ആയിട്ട് തന്നെ ഉണ്ടാവും. ഒരു നോർമൽ ആയിട്ടൊരു പെരിഫറൽ ലെവലിലൊന്നും ആയിരിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള, നിങ്ങൾക്ക് ഇന്റേണലി ചെറിയ ലൈറ്റ്സ് ഒക്കെ കത്തുന്ന നിങ്ങൾക്ക്, അല്ലെ, സംതിങ് പലരും പറയാറുണ്ട്. ഇപ്പൊ ഈ പ്രീ സെഷൻസ് ആണെങ്കിൽ എടുത്തു പോകുന്ന സമയത്ത് സെഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഡീപ്പ് ലെവൽ അവയർനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയാതെ പോയ ചില പ്രശ്നങ്ങൾ ഇതായിരുന്നു എന്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആ അവയർനെസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താന്ന് മനസ്സിലാവുക എന്നുള്ളത് തന്നെ നമ്മുടെ ഹീലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് അറിയാന്നുള്ളത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് മാമിന്റെ ഫ്രീ സെഷനിലാണെങ്കിൽ പോലും ഇരിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഇസ് ഓൾവേസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോഴും മാനിഫെസ്റ്റേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ആദ്യം എന്താ മാനിഫെസ്റ്റേഷൻ നോക്കാം. അതല്ലേ നല്ലത്? എന്താണെന്ന് അറിയണ്ടേ, സംഭവം എന്താണെന്ന് അറിയണ്ടേ. പക്ഷെ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരോ ഒക്കെ സെഷനിൽ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വേർഡ് മാനിഫെസ്റ്റേഷൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റിപ്പീറ്റഡ് ഇന്നർ സ്റ്റേറ്റ് ബിക്കമിങ് ഔട്ടർ റിയാലിറ്റി. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇന്നർ സ്റ്റേറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളാം. നിങ്ങൾക്കത് പിന്നീടൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സംഗതി തന്നെയാണ്. ആരാണ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഞാൻ ആരെ മ്യൂട്ട് ചെയ്തിട്ടില്ല, മ്യൂട്ടോൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം മ്യൂട്ട് ചെയ്ത് വെക്കുക സെഷനിൽ കേട്ടോ. അപ്പോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എഴുതി വെക്കാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇന്നർ സ്റ്റേറ്റ്, റിപ്പീറ്റഡ് ഇന്നർ സ്റ്റേറ്റ് ബിക്കം ഔട്ടർ റിയാലിറ്റി. അതായത് നമ്മുടെ തന്നെ ആവർത്തിച്ച് വരുന്ന ആ വേർഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. രണ്ട് വേർഡ് ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. ഒന്ന് റിപ്പീറ്റഡ് ആണ്, രണ്ട് ഇന്നർ റിയാലിറ്റി ആണ്. റിപ്പീറ്റഡ് ആണ് ഒന്ന്, രണ്ട് ഇന്നർ റിയാലിറ്റി ആണ്. അതായത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അനുഭവിക്കുന്ന നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ്, അകത്തുള്ള അവസ്ഥ നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ആണ്. നമ്മുടെ അകത്തുള്ള അവസ്ഥ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ അവസ്ഥ നമ്മളുടെ പുറത്തും നമുക്ക് അനുഭവപ്പെടുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക. വളരെ സിമ്പിൾ ആയിട്ട് ഇതിലുണ്ടെല്ലാം. അകത്ത് അനുഭവപ്പെടുന്നത് പുറത്ത് യാഥാർത്ഥ്യമാവാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാ സംഭവം. ഇതിലൊരു ഒരു സംശയമില്ല. ഇതാർക്കെങ്കിലും സംശയം ഉണ്ടോ? അതായത് അകത്തുള്ള അവസ്ഥയാണ് എന്താവുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥ പുറത്തുള്ള നമ്മുടെ സെലക്ഷൻസിനെ, നമ്മുടെ ഡിസിഷൻസിനെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ തീരുമാനങ്ങളെ ഒക്കെ ഡിസൈഡ് ചെയ്യുകയും അതിനൊക്കെ സംഭവിപ്പിക്കുകയും അതിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യാം. കോംപ്ലിക്കേറ്റ് ആവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈ ഒരു സെന്റൻസ് തന്നെ എല്ലാം ഉണ്ട്. അകത്തുള്ള അവസ്ഥ പുറമെ യാഥാർത്ഥ്യമാകുന്നതാണ് എന്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ പുറം ലോകം എന്താണ് എന്ന് മനസ്സിലായാല് അകൽ ലോകത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ സ്വിച്ച് ഉള്ളത് എപ്പോഴും അകത്താണ്. നമ്മളൊരു സ്വിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ബൾബ് ഓൺ ആവുന്നുണ്ടെങ്കിൽ, കത്തുന്നുണ്ടെങ്കിൽ, ഈ സ്വിച്ച് എവിടെയാണുള്ളത്? നമ്മുടെ ഉള്ളിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ആരും ലീവ് ചെയ്ത് പോകരുത്. ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ എക്സ്റ്റേണൽ റിയാലിറ്റി ആയിട്ട് വരുന്നത്, എക്സ്റ്റേണലി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്, നമുക്ക് കിട്ടുന്നത്, നമ്മൾ കടന്നു പോകുന്നതെല്ലാം എന്തിന്റെ റിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്തിന്റെ റിയൽ ആയിട്ട് വരുന്ന സംഗതിയാണ്? ഇന്റേണൽ സ്റ്റേറ്റിന്. അത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. റിപ്പീറ്റഡ് ഇന്നർ സ്റ്റേറ്റ് ബിക്കമിങ് ഔട്ടർ റിയാലിറ്റി ആണ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ
മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വേറെ എങ്ങോട്ടും നോക്കേണ്ട കാര്യമല്ല. നമ്മുടെ ലൈഫിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പുറത്തേക്കൊന്നും ഒരുപാട് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ജോ ഡിസ്പെൻസ പറഞ്ഞെന്താന്ന് വെച്ചാൽ യുവർ പേഴ്സണാലിറ്റി ക്രിയേറ്റ്സ് യുവർ പേഴ്സണൽ റിയാലിറ്റി എന്നാണ്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ റിയാലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ റിയാലിറ്റി നമ്മൾ പറയാറില്ലേ എന്റെ റിയാലിറ്റി ഇതൊന്നും അല്ല. നമ്മൾ പുറമെ നമ്മൾ എന്തൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും, പുറമെ നമ്മൾ എന്തെല്ലാം അഭിനയിക്കുന്നുണ്ടെങ്കിലും, ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ കണ്ടതൊന്നും അല്ല എന്റെ റിയാലിറ്റി, എന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്കൊന്നും അറിയില്ല. പറയാറില്ലേ നമ്മള് എന്റെ ശരിക്കുള്ള അവസ്ഥ നിങ്ങൾക്കൊന്നും അറിയില്ല, എന്റെ റിയാലിറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം, നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് തന്നെയാണ്. സാധാരണ ആളുകൾ എന്താ ചിന്തിക്കുക, ആളുകൾ പറയും ഞാൻ പോസിറ്റീവായിട്ട്, നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, നമ്മൾ മോട്ടിവേഷൻസിലും അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ സ്റ്റോറിയിലും സെഷൻസിലും ഒക്കെ നമ്മളോട് പറയും നല്ലത് ചിന്തിച്ചൂടെ, പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ, എന്തിനാ അങ്ങനെ ദുഷ്ടത്തരം ചിന്തിക്കുന്നത്, എന്തിനാ അങ്ങനെ ആളുകളെ കുറ്റം പറയുന്നത്, എന്തിനാ അങ്ങനെ ഓരോരുത്തരുള്ള ദേഷ്യം കൊണ്ടു നടക്കുന്നത്, നല്ലത് ചിന്തിച്ചാൽ പോരെ, ഫോർഗീവ്നെസ് കൊടുത്തൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞൂടെ, പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ എന്ന് പറയും. അല്ലേ? അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് നന്മ വരുള്ളൂ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ആ എനർജി ഫ്രീക്വൻസിയിലാവണം. ശരിയാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലേ? നമുക്ക് നമ്മളിലേക്ക് സ്നേഹം വരും, നല്ല റിലേഷൻഷിപ്പ് വരും, സക്സസ് വരും. അല്ലേ? യാഥാർത്ഥ്യം എന്താണ്? പക്ഷേ അവിടെ എപ്പോഴും എപ്പോഴും വിജയിക്കാരാന്നറിയോ? സബ് കോൺഷ്യസ് മൈൻഡാ. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എല്ലാവർക്കും ഫോർഗീവ്നെസ് കൊടുക്കുന്നു, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നു, ആളുകളോട് പറയുമ്പോൾ നമ്മൾ നല്ല സംസാരം കൊടുക്കുന്നു, നല്ല രീതിയിൽ അവർക്ക് നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നു, ആളുകളോട് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കോൺഷ്യസ് ലെവലിലാണ്. പക്ഷെ വിജയിക്കുന്നത്, കാരണം നിങ്ങൾ ഈ ഐസ്ബർഗ് ആ ഒരു പ്രിൻസിപ്പിൾ തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട്, നിങ്ങളിപ്പോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പലരും പറയാനും മാം കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാനിത് എന്റെ ലൈഫിൽ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയാണ്, എന്റെ ലൈഫിൽ ഇത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, പക്ഷേ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, പക്ഷെ സംഭവിക്കുന്നില്ല. അല്ലേ? ഐസ്ബർഗ് തിയറി പറയണം എന്നാണോ? ഞാൻ അതിലേക്കൊന്ന് വരാം. അല്ലല്ല, അത് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ഇട്ടെന്നുള്ളൂ. യെസ് ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഐസ്ബർഗ് തിയറി തന്നെ അപ്പൊ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, എന്റെ ലൈഫിൽ അത് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പണം വേണം, എനിക്ക് സമ്പന്നത വേണം, എനിക്ക് നല്ല റിലേഷൻഷിപ്പുകൾ വേണം, ഞാൻ അതിന് അഫർമേഷൻസ് എഴുതുന്നുണ്ട്, ഞാൻ അതിന് ഫോർഗിവ്നെസ് കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല വാക്കുകൾ പറയുന്നുണ്ട്. അല്ലേ? പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് പറയുന്നത് എന്താ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ, കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മെഡിറ്റേഷൻസിൽ ഇരുന്ന് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ അഫർമേഷൻസ് പറയുന്നുണ്ട്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ, എൻ്റെ സബ് കോൺഷ്യസ് ലെവലിൽ, അല്ലേ, ഐസ്ബർഗ് തിയറി പ്രകാരം കോൺഷ്യസ് മൈൻഡ് 5%, അതായത് കോൺഷ്യസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്ന, കേൾക്കുന്ന, തൊട്ടറിയുന്ന, രുചിച്ചറിയുന്ന ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ 5% ഉള്ളൂ, 5%. പക്ഷെ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പുറമെ നമ്മൾ ഈ കാണുന്ന ഹാർഡ്വെയർ സിസ്റ്റത്തിനേക്കാളും, അല്ലേ, ഹാർഡ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സിസ്റ്റത്തിന്റെ പുറമെ കാണുന്ന മോണിറ്റർ, അതിന്റെ മൗസ്, അല്ലെ അതിന്റെ കീബോർഡ് എന്നൊക്കെ പറയുന്നതിന്, അതിനേക്കാളും അതിനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന എന്താ? ഇതിന്റെ സോഫ്റ്റ്വെയർ അല്ലേ? അപ്പൊ പവർഫുൾ എന്താ? ഈ പുറമേയുള്ള മോണിറ്ററിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് അതിന്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും 10 മടങ്ങ് അല്ല, 5% കോൺഷ്യസ് എങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് 95% ആണ്. 95% നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും റിയാലിറ്റിയിൽ നിന്നുകൊണ്ട്. അപ്പൊ 5% ശക്തിയുള്ള ഒരാളും 95 ശക്തിയുള്ള ഒരാളും മത്സരിച്ചു കഴിഞ്ഞാൽ ആരാ വിജയിക്കുക? ആരാണ് വിജയിക്കുക? 5% പവർഫുൾ ആയിട്ടുള്ള ഒരാളും 95% പവർഫുൾ ആയിട്ടുള്ള ഒരാളും തമ്മിൽ ഒരു വടംവലിയാണ്, ഒരു മത്സരമാണ്.
ആര് വിജയിക്കും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അറിയാലോ, സബ് കോൺഷ്യസ് മൈൻഡേ വിജയിക്കുള്ളൂ, അല്ലേ? സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പറയുന്ന ഐസ്ബർഗ്. ഐസ്ബർഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഐസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു പീസ് ഓഫ് ഐസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മേലെ കുറച്ച് ഭാഗമേ കാണുള്ളൂ, ബാക്കി 95% താഴെയാണ്. ഈ മേലെ കാണുന്ന അത്രയും നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ ഉള്ളൂ. നമ്മളിപ്പോ വിശാലമായ ലോകത്തെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? നമ്മൾ അറിയുന്നുണ്ട്, എങ്കിൽ കൂടി ആ വിസിബിൾ പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തോട്ട്സ് ആണ്, ചിന്തകൾ. നമ്മുടെ ചിന്തകൾ മാത്രമേ കാണുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ അഫർമേഷൻ എഴുതുമ്പോൾ പോലും, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ പോലും, ഫോർഗിവ്നെസ് കൊടുക്കുമ്പോഴൊക്കെ അത് കോൺഷ്യസ് ലെവലിലാണ്, അല്ലേ? അത് അത് നമ്മൾ അതേക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയാണ്, ചിന്തിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അതാണ് ഐസ്ബർഗ് തിയറി പ്രകാരം 5% തോട്ട് എന്ന് പറയുന്ന 5% വിസിബിൾ പാർട്ട്. പക്ഷേ ഈ സോഫ്റ്റ്വെയറിലേക്കും 95%ലേക്കൊക്കെ നമ്മൾ കടക്കുന്ന സമയത്ത്, നേരത്തെ പറഞ്ഞ 95% ഉണ്ടല്ലോ, ആ 95%ൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ വിശ്വാസങ്ങൾ. എൻ്റെ ഉള്ളിൽ അടി ഉറച്ചു പോയ, ഞാൻ പവർഫുൾ ആണ്, എനിക്കിത് കഴിയും, എനിക്ക് സമ്പന്നനാകണം, എനിക്ക് നല്ല ബിസിനസ് ചെയ്യണം, എനിക്ക് പണം സമ്പാദിക്കണം എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പലപ്പോഴായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം എനിക്ക് എന്നെ കുറിച്ചുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്, അല്ലേ? അല്ലേ? അവിടെ ഒരു ഹാർഡ് ഫീലിംഗ്, നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ചിലപ്പോൾ ഒരു ഹാർഡ് ഫീലിംഗ് ആയിരിക്കും. നമ്മൾ പ്ലാനൊക്കെ ചെയ്യുമ്പോഴും ഡൗട്ട്ഫുൾ ആയിരിക്കും, ചിലർക്ക് അത് ഡൗട്ട് ആയിരിക്കും, ചിലർക്ക് അതൊരു ഹാർഡ് ബിലീഫ്, ഒരു നെഗറ്റീവ്, കംപ്ലീറ്റ്ലി നെഗറ്റീവ്, അല്ലെ? ഐ ആം നോട്ട് ഏബിൾ ടു ഡു ദിസ്, ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കിത് വർക്ക് ആവില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം വർക്ക് ആവില്ല, ഇങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങൾ. ഇനി അതല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മൾ പുറം ലോകത്തേക്ക് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. എൻ്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ എന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഐഡന്റിറ്റി എന്താണ്, എൻ്റെ പേഴ്സണാലിറ്റി എന്താണ്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മെമ്മറീസ് എന്താണ്, എൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓർമ്മകൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എത്ര അത് റിപ്പീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ഇമോഷൻസ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ദാറ്റ് സ്റ്റേറ്റ് ബിക്കംസ് ഔട്ടർ റിയാലിറ്റി ആണ് മാനിഫെസ്റ്റേഷൻ. എങ്കിൽ എൻ്റെ മെമ്മറിയിൽ ഇപ്പൊ സ്റ്റോർ ആയി കിടക്കുന്ന, സ്റ്റോർഡ് മെമ്മറി ഒരുപാടുണ്ടാവും, അതിൽ ഹൈലൈറ്റ് ആയിട്ട് പോപ്പപ്പ് ചെയ്ത് വരുന്ന, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലും ആഗ്രഹിക്കാതെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, വെറുതെ ഇരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കടന്നു വരുന്ന ഓർമ്മകൾ, മെമ്മറീസ് എന്തൊക്കെയാണ്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 95% ഉള്ള ഇത് എവിടുന്നാ വരുന്നത്? സബ് കോൺഷ്യസിൽ ഇങ്ങനെ സ്റ്റോർഡ് ആണത്, മെമ്മറീസ് ആണ്. ഓക്കെ, അപ്പൊ അതും ഈ പുറമേയുള്ള ആഗ്രഹം, എനിക്ക് സമ്പന്നനാകണം, എനിക്ക് അത് നേടണം, ഇത് നേടണം, പക്ഷെ ഈ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാറ്റ് ബിലീഫ് ഉണ്ടല്ലോ, അതേപോലെ മറ്റൊന്നാണ് ഈ 95% വരുന്ന ഒന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ ബിലീഫ് ഉണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ഉണ്ട്, നമ്മുടെ മെമ്മറീസ് ഉണ്ട്. ദെൻ നമ്മുടെ അടുത്തൊരു സംഗതിയാണ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അല്ല, ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് എന്ന് പറയും. കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെച്ച, പ്രോഗ്രാം ചെയ്ത് വെച്ച ഈ സോഫ്റ്റ്വെയർ ഒക്കെ, ഇത് പ്രോഗ്രാമിംഗ് നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് നമുക്കൊക്കെ. നമ്മൾ ഇന്നും ഇന്നലെയും പ്രോഗ്രാംഡ് ആയതൊന്നും അല്ല, നമ്മൾ ഇന്നും ഇന്നലെയൊന്നും പ്രോഗ്രാംഡ് ആയതല്ല. പക്ഷെ ഇത് നമുക്ക് മാറ്റാൻ കഴിയും. ചൊട്ടയിലെ ശീലം ചുടല വരെ പോകുമെന്ന് വെച്ചാൽ അങ്ങനെ പോകുമൊന്നുമില്ല. അത് പോവാതിരിക്കുമ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കണം. അപ്പൊ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്, ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ കണ്ണ്, കാത്, മൂക്കൊക്കെ ഉപയോഗിച്ചിട്ട് സെൻസസ് യൂസ് ചെയ്തിട്ടാണോ? അവിടെ നിന്നാണോ അത് വരുന്നത്? നമ്മൾ സ്മെല് ചെയ്താണോ അറിയുന്നത് ഇമോഷൻസ്? കണ്ടിട്ടാണോ, കേട്ടിട്ടാണോ? പക്ഷെ ഈ കണ്ടും കേട്ടൊക്കെ ഉള്ളതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പോലും ആഗ്രഹിക്കാതെ വരുന്ന ഒരു വിരുന്നുകാരനാ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതാണെന്ത്? ഈ ഒരു എന്ത്, നമ്മുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇമോഷൻസ് വരുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഡിവൈസിന്റെ ആ പ്രോഗ്രാംഡ് ആയി കിടന്ന ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും വൈറസ് കിടപ്പുണ്ടെങ്കിൽ, പുറത്തുള്ള മോണിറ്റർ നമ്മൾ എത്ര തുടച്ചാലും സിസ്റ്റത്തിനുള്ളിൽ വൈറസ് ഉണ്ടെങ്കിൽ
സോഫ്റ്റ്വെയറിൽ വൈറസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഹാങ് ആവും, സിസ്റ്റം ക്രാഷ് ആവും, അല്ലേ? ഇതേപോലെയാണ് നമ്മൾ ഈ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഫർമേഷൻസ് പറയുന്നുണ്ട്, ഫൊർഗീവ്നെസ് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു കോൺഷ്യസ് ലെവലിൽ നിന്നുകൊണ്ട്. പക്ഷെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞ എനിക്ക് എന്നെ കുറിച്ചുള്ള, ഞാൻ വലിയൊരു ബിസിനസ് ആരൊക്കെയോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും, ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു അത് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് എന്റെ ഒരു ഡൗട്ടാ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഇവിടെ? നമുക്ക് തന്നെ നമുക്കിത് നടക്കുമോ എന്നുള്ളൊരു സംശയം. ഞാൻ അവിടെ കയറി ചെന്നാ അവരിപ്പോ എന്താ വിചാരിക്കാന്നുള്ളൊരു സംഭവം. ഞാനൊന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, തെറ്റിപ്പോവോ? ഇതാണ് ഇന്റേണൽ Yes. സ്റ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ സ്റ്റേറ്റ്. പുറമെ ഞാൻ കോൺഫിഡൻസ് ആണ്, യെസ്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അല്ലെ? പുറമെ ഞാൻ കോൺഫിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ടെങ്കിലും ഇന്നർ സ്റ്റേറ്റില് നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ഞാനൊന്ന് പറഞ്ഞു. പിന്നെ ഈ സോഫ്റ്റ്വെയർ ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഒരു 5 മുതൽ 7 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം, സോറി 0 to 7, 5 അല്ല 0 to 7, ഒരു 7 വയസ്സ് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയില്ല, ചില സിസ്റ്റത്തിനൊക്കെ അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ് അങ്ങനെയാണ്, അല്ലേ? ആ ഡീഫോൾട്ട് സെറ്റിംഗ്, ലൈഫിനെ കുറിച്ചുള്ള ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്, എന്താ പറയാ, നമ്മൾ പോലും അറിയാതെ, കുട്ടി പോലും അറിയാതെ, കുട്ടി ഒരു സ്പോഞ്ച് പോലെയാണല്ലോ ആ സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. എല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കാം, ശരി തെറ്റെന്നൊന്നുമില്ല. യെസ്, ദിസ് ഇസ് ദ റിയാലിറ്റി. ഈ ലോകം എങ്ങനെയാണ്, പണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ഇന്നും എൻ്റെ അടുത്ത് വന്നൊരു ക്ലയന്റ് ഒരു പേഴ്സണൽ സിറ്റിക്ക് പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോഴും അവർക്കൊരു അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ടുള്ള, അവർക്ക് ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ മടി തോന്നിയിട്ടുള്ള, അവരെ ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ അവരെ അനുവദിക്കാതെ അവരെ പിടിച്ചു നിർത്തിയിട്ടുള്ള, ഒന്നിനും പോകാൻ തുടങ്ങാത്ത, സോറി, അനുവദിക്കാത്തൊരു സംഗതി എന്ന് പറഞ്ഞാല് ആള് കുറച്ച് ഡാർക്കായിരുന്നു. ആള് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയോ ആളോട്, ഡാർക്ക് ആയത് കൊണ്ട് എന്നുള്ളതല്ല, തമാശയ്ക്ക് ആളോട് പറഞ്ഞിട്ടുണ്ട് പോലും, നീ, അല്ലെ, വീട്ടിലെ ബാക്കിയുള്ള കുട്ടികളെ പോലെ അല്ല, ആള് കുറച്ച് ഡാർക്ക് ആയിരുന്നു കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പൊ ആളോട് പറഞ്ഞിട്ടുണ്ട്, നീ ഞങ്ങൾ ഇതിലുള്ളതല്ല, നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ് പണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് പോലും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് അപ്പൊ കുട്ടിക്കിന്റെ ഉള്ളിൽ ഞാൻ കൊള്ളൂല, ഞാൻ കൊള്ളൂല, ഞാൻ കൊള്ളൂല, അല്ലെ, ഭംഗിയില്ലാത്തോണ്ട് ഞാൻ കൊള്ളൂല, ഞാൻ കൊള്ളാത്തോണ്ട് ആർക്കും എന്നെ ഇഷ്ടാവൂല, അതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര സ്നേഹിക്കപ്പെടുന്നില്ല, ഈ ഒരു തോട്ട് ഇപ്പോഴും പിന്നീടുള്ള ലൈഫിൽ മുഴുവൻ സ്റ്റിൽ ഹാവിങ് ദ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, ഇന്നത്തെ പേഴ്സണൽ സിറ്റിംഗിൽ ഇട്ട ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ ഡീഫോൾട്ട് സെറ്റിംഗ് സെറ്റ് ആയിട്ടുള്ളത് എന്താണ്, അവിടെ ഞാൻ കൊള്ളൂല, അതൊന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡീഫോൾട്ട് സെറ്റിംഗിൽ വരുന്ന ഒരു സംഗതി, ഒരു പക്ഷേ ഞാൻ അല്ലെ സ്നേഹിക്കപ്പെടുന്നുണ്ടോ, എന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ, എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല, ഞാൻ അത്ര സേഫ് അല്ല, അല്ലെ? അപ്പൊ പണത്തെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഇതേ പറഞ്ഞ പോലെ പണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് വിശ്വാസങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വിശ്വാസങ്ങൾ കേൾക്കുമ്പോൾ ആ പണം കിട്ടാൻ അത്ര എളുപ്പമൊന്നും അല്ല. അപ്പൊ പണം എന്ന് പറയുന്നത് മറ്റാരൊക്കെയോ അനുഭവിക്കുന്ന, സമ്പന്നത എന്ന് പറയുന്നത് മറ്റാരൊക്കെയോ അനുഭവിക്കുന്ന സംഗതിയാണ്. അത് എന്നെ പോലുള്ള ആളുകൾക്കൊന്നും കിട്ടൂല. അതിന് നമ്മൾ പാവപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം, അല്ലേ, നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് മക്കളോട്. സൗണ്ട് കംപ്ലീറ്റ്ലി കുറഞ്ഞോ, സ്റ്റക്കായോ, ഇപ്പൊ ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? ഷെഹന കേൾക്കാവോ ഇപ്പൊ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് ബ്രേക്ക് സ്റ്റക്ക് ആയില്ലേ? ആയിരുന്നു. അത് ഇടയ്ക്കൊന്ന് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു വിശ്വാസം, നമ്മളൊക്കെ പാവപ്പെട്ടോലല്ലേ, അപ്പൊ എനിക്ക് വാല്യൂ ഉണ്ടോ, ഞാൻ ഫെയിൽ ആവോ, ഇതൊക്കെ നമ്മൾ തന്നെ, ഇതൊക്കെ ഉള്ള ഈ ഒരു ഡിഫോൾട്ട് നേരിയൊരു ശബ്ദമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും. ഷഹനയ്ക്ക് മാത്രാണോ അതോ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെയാണോ? ശബ്ദം ഓക്കെയാണല്ലോ. ഒരു സമയത്ത് സ്റ്റക്ക് ആയിരുന്നു. ആ, ഇവിടെ മാക്സിമം ഉണ്ട്. ഷഹന വേണമെങ്കിൽ ഒന്ന് ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ എനിക്ക് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആ, ഓക്കെ ഓക്കെ, താങ്ക് യു.
ഓക്കെ. അപ്പൊ നമ്മളുണ്ടല്ലോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ബോധപൂർവം തന്നെയാണ് കോൺഷ്യസ്. നമ്മൾ ഒരുപാടില്ലേ, പിന്നെ നമ്മൾ കേൾക്കുന്നത് നല്ലോണം അധ്വാനിക്കണം, അധ്വാനിച്ചാലേ കിട്ടൂ, അധ്വാനിച്ചാലേ കിട്ടൂ. അധ്വാനിക്കാൻ എല്ലാവരും അത്യാവശ്യം സംഭവമൊക്കെ ശരിയാണ്, അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യൊക്കെ വേണം. പക്ഷെ ആ പറയുന്ന ടോൺ ഉണ്ടല്ലോ, അധ്വാനിച്ചാലേ കിട്ടൂന്ന് ആ പറയുന്ന ടോണൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്തൊക്കെയോ ഇഷ്ടല്ലാതെ എന്തൊക്കെയോ സംഗതികൾ ചെയ്താലേ നമുക്ക് പണം കിട്ടൂ എന്നൊക്കെയുള്ളൊരു അത് ഇതൊക്കെ ഉള്ളിൽ സബ് കോൺഷ്യസ് ലെവലിൽ പതിഞ്ഞു പോകുന്ന കാര്യങ്ങളാ. അവിടെ ഞാൻ ഈ പോകുന്ന പോലെ പോയാ പോരാ, നീ പോകുന്ന പോലെ പോയാ പോരാ, ഈ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ കിട്ടൂല. ഇതൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ മക്കൾ നന്നാൻ വേണ്ടിയിട്ടല്ലേ, അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ല, മക്കളോടാണ് നമ്മൾ ഇത് കേട്ട് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കിട്ടൂല എന്ന ബിലീഫാണ് ഉള്ളില്. ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചല്ലേ പുറമെ ആക്ഷൻസ് വരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നർ സ്റ്റേറ്റ്, എന്റെ ഇമോഷൻസും അങ്ങനെയാണ്. ഞാൻ ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കീ സ്റ്റേറ്റ്മെന്റാ. ദാറ്റ് ഇന്നർ സ്റ്റേറ്റിന്റെ ഔട്ട്കം ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തീരുമാനങ്ങള്, നമ്മുടെ പെരുമാറ്റങ്ങള്, കോൺഫിഡൻസ് ഇല്ലാത്ത പെരുമാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാവുക. കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് കോൺഫിഡൻസ് വരൂല, കാരണം ഉള്ളിൽ സിസ്റ്റം എന്താണ്, ഇത് നടക്കും, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ബിക്കോസ് ഐ എം നോട്ട് ഇനഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ആ ഒരു ഫീലിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഈ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് നമുക്കിതൊന്നും സാധിക്കൂല മക്കളെ, പണം എന്ന് പറയുന്നത് മരത്തിൽ കായ്ക്കുന്ന ഒന്നല്ല, വലിയ സ്വപ്നമൊന്നും കാണണ്ട കേട്ടോ, ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പറഞ്ഞിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വലിയ വലിയ അതിമോ സ്വപ്നങ്ങളൊന്നും കാണണ്ട. വലിയ മോഹങ്ങളൊന്നും മോഹിക്കണ്ട, അതിമോഹം ആപത്താണ്. യെസ്, വലിയ മോഹങ്ങളൊന്നും മോഹിക്കേണ്ട, അതിമോഹം ആപത്താണ്. അപ്പൊ ആ കുട്ടി വളർന്നു കഴിയുമ്പോ ആ കുട്ടി ബിസിനസ് തുടങ്ങാൻ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത് ഇങ്ങനെ കേട്ട് എല്ലാരും ലാസ്റ്റിലേക്ക് അങ്ങനെ ആകും എന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയാണ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഫോർമേഷൻ, നമ്മുടെ പാറ്റേൺ ഫോർമേഷൻ ഒക്കെ പറയാണ് ഞാൻ. അപ്പൊ അയാള് ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവസാന നിമിഷം എന്താ സംഭവിക്കുക? ചിലപ്പോ തുടങ്ങിയിട്ട് അയാൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഡൗട്ട്ഫുൾ ആയിരിക്കും, ഫിയർ ആയിരിക്കും, ഇത് നടക്കോ നടക്കോ നടക്കോ. കാരണം അയാൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് കഴിവുണ്ട്. കാരണം കഴിവില്ലാതെ ഈ ദുനിയാവിലേക്ക് ഒരാളും വന്നിട്ടില്ല, എല്ലാവരും ഒരേപോലെ കഴിവോട് കൂടി തന്നെയാണ് വന്നത്. പക്ഷെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാണിത്, ഈ ഒരു സിസ്റ്റം ആ കുക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, അല്ലെ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട്. ആ, യെസ്. അപ്പോ പക്ഷെ നമ്മുടെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഹൗ ഇറ്റ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, നമ്മുടെ ആ ഒരു സിസ്റ്റം, ഡിഫോൾട്ട് സിസ്റ്റം സെറ്റ് ചെയ്യുന്ന ആ സമയത്ത്, ആ എക്സ്പീരിയൻസിൽ നിന്ന്, ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അന്ന് നമ്മൾ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ, ആ ഇമോഷനിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലെ, ഇങ്ങനെയാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് ആളുകളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ, ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക. നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങോട്ട് ഇങ്ങനെയായിരിക്കും പറയാ. അങ്ങനെയല്ലേ ലേൺ ചെയ്യുന്നത് കുട്ടികൾ, അങ്ങനെയല്ലേ ലേൺ ചെയ്യുന്നത്, കണ്ട് കേട്ട് ഒക്കെ അനുഭവിച്ച് പഠിക്കല്ലേ അവര്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യും, അവർ ആ വിശ്വാസത്തിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ഉമ്മ എങ്ങനെയാ പറയാ, അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ, നമ്മൾ സ്നേഹിക്കുന്ന ആള് ഇങ്ങനെയാണ് പറയാ. നമ്മൾ സ്നേഹിക്കുന്ന ആൾ എപ്പോഴും, ഞാൻ എപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ ഉപ്പന്റെ ഉമ്മാന്റെയും കൂടെ ആയിരുന്നു, പക്ഷെ ഉണർന്ന സമയത്ത് അവരെ കൂടെ, നമ്മൾ സ്നേഹിക്കുന്ന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവൂല അല്ലെ. ചിലപ്പോൾ നമ്മളോട് നിരന്തരം കുട്ടികളോട് ഓരോ വാക്ക് പറഞ്ഞ് പറ്റിക്കുമ്പോൾ മക്കൾ പറയും, നമ്മൾക്ക് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു വിശ്വാസമാണ് അവിടെ ഉണ്ടാവുക അവർക്ക്. അപ്പൊ അവരത് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അവരിൽ ഇപ്പൊ വളർന്നു വരുമ്പോൾ ലോകത്തുനിന്നും അവരത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പണം കിട്ടൂല, പണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ ആളുകളുടെയാണ് ഒന്ന് നമുക്കൊന്നും പറഞ്ഞ അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ എക്സ്പെക്ടേഷൻ ആണ് അവരുടെ തോട്ട് പാറ്റേൺ ആയിട്ട് മാറുന്നത്. അതിൽ നിന്ന് അവർക്ക് തോട്ട് വരുന്നത് പിന്നീട് ബിഹേവിയർ ആവുന്നു, റിയാലിറ്റി ആവുന്നു ലൈഫിലെ, അത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, റിയാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തെ ലോകത്തേക്ക് നോക്കുന്നത് ആ ഒരു എന്ത് നോക്കണ്ട,
നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് നോക്കുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന റിയാലിറ്റി, യുവർ സറൗണ്ടിങ്സ്, എന്തിലായാലും, നിങ്ങളുടെ ജോലിയിലാണെങ്കിലും പണത്തിലായാലും സാമ്പത്തികമായാലും റിലേഷൻഷിപ്പിലായാലും, ആ പഴയ എക്സ്പെക്ടേഷന്റെ റിസൾട്ട് ആണോ? അതായത് നമ്മുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ ജോസഫ് മർഫി പറയുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് റെപ്പറ്റേഷൻ. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് ഒക്കെ വേണം, വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺഷ്യസ് മൈൻഡിന് എത്ര പവർ ഇല്ല എന്ന് പറഞ്ഞാലും കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ കഴിയൂ. അത് വേറെ കാര്യം അല്ലേ? എന്താണ് ഒരിക്കലും അങ്ങനെ അല്ല എന്ന് പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണോ പറയുന്നതോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, സാംസങ് ടൈപ്പ് ചെയ്ത് എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന റിയാലിറ്റി എന്ന് പറയും, നമ്മൾ എപ്പോഴോ എക്സ്പെക്ട് ചെയ്തത്. ഞാൻ നേരത്തെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഒരേപോലെ അത് അതേപോലെ ഉണ്ടായിക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. കാരണം നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഇന്നർ ചൈൽഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാല്, പാസ്റ്റിലുള്ള പോലെ അല്ല ഇപ്പൊ എക്സ്പെക്ടേഷൻസ് മാറിയിട്ടുണ്ടാകും. അതായത് നമ്മള് പാസ്റ്റ് ലൈഫിലുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാല്, പാസ്റ്റ് ലൈഫിൽ കൃത്യമായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടിയുടെ 7 years ആകുന്നത് വരെ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ കുട്ടി കണ്ട് കേട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെ കുട്ടി എക്സ്റ്റേണൽ വേൾഡ് എന്താന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ആ ഒരു സ്റ്റേജിലാണ്, പ്രത്യേകിച്ചും എന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 വയസ്സ് കൊണ്ട് മാക്സിമം ബ്രെയിനിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. പിന്നീട് അതിനനുസരിച്ചുള്ള ഒരു അൺകോൺഷ്യസ് എക്സ്പെക്ടേഷൻ സെറ്റ് പോയിന്റ്സ് എന്ന് പറയും. അതിനനുസരിച്ചാണ് പിന്നീട് ഉള്ളിൽ നിന്ന് ഉള്ള തോട്ടുകൾ പോലെ, നമ്മൾ പറയും തോട്ടിനെ ചേഞ്ച് ചെയ്യണം, ചിന്തകളെ മാറ്റിക്കഴിഞ്ഞാൽ ആ ചിന്തകളെ പോസിറ്റീവ് ആക്കി. പക്ഷെ ഈ ചിന്തകൾ പോലും നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നത് നമ്മുടെ ഇന്നർ റിയാലിറ്റി അല്ലെങ്കിൽ നമ്മൾ അന്ന് കിട്ടിയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിന് അനുസരിച്ചായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് ഒരു 7 വയസ്സ് വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിൽ വളർന്നു, ഇറ്റ്സ് ഓക്കെ. എങ്കിലും അതിന് ശേഷം കംപ്ലീറ്റ് പിന്നീട് ചെന്നെത്തിപ്പെടുന്ന ഒരു സ്ഥലം എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ചുറ്റും പോസിറ്റീവ് ആണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എവിടെയോ ഒരു ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലൈറ്റ് കിട്ടിയത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഗുരുനാഥന്മാരുടെ അടുത്തായിരിക്കും, ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തായിരിക്കും. ഇനി അതല്ലെങ്കിൽ അതേപോലെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും അടുത്തുനിന്നായിരിക്കും. അങ്ങനെ ഒരു ലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അവിടെ ഒരു ഷിഫ്റ്റ് വരും. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഷിഫ്റ്റ് സംഭവിക്കും. ചിലപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് അങ്ങനെയാണെങ്കിലും ലൈഫ് കംപ്ലീറ്റ്ലി മാറുന്നവരുണ്ട്. പക്ഷെ ഇത് തന്നെ ഇങ്ങനെ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ജോസഫ് മർഫി പറഞ്ഞൊരു കാര്യം റെപ്പറ്റീഷൻ ആണ്. പിന്നീട് റിപ്പീറ്റഡ്ലി കടന്നു പോകുന്നത് നല്ല സിറ്റുവേഷൻസിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മാറ്റം വരും. ചില ആളുകൾക്ക് അങ്ങനെ മാറ്റം വന്നിട്ട് വീണ്ടും ആ പഴയതിലേക്ക് പോകുന്നവരും ഉണ്ട്, അല്ലെ? എപ്പോഴും സബ് കോൺഷ്യസ്. കാരണം എന്താ, ഈ ബ്രെയിൻ എന്ന് പറയുന്നത് 2 വയസ്സിൽ 90% പൂർണ്ണമാകുന്നുണ്ടെങ്കിലും 7 വയസ്സോട് കൂടി ഓൾമോസ്റ്റ് കുറെ കാര്യങ്ങൾ ബ്രെയിൻ ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇത് പെർമനന്റ് അല്ല, ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയുള്ളൊരു നിങ്ങൾ കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അല്ലേ? ഉള്ളിലുള്ള ആ സിസ്റ്റം എൻറ്റയർലി ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ടാവും. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്ത് അപ്ഗ്രഡേഷൻ നടക്കും, അപ്ഡേഷൻസ് നടക്കും, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കും. ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാതെ അന്നുള്ള സിസ്റ്റം എന്താണോ, ഈ നോക്കിയ ഫോണൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പുറത്തു പോയ പോലെ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ, അപ്ഡേറ്റ് ആവാത്തൊരു സിസ്റ്റവുമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പെക്ടേഷനും നമ്മുടെ റിയാലിറ്റിയും രണ്ടും രണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യലി എന്താണ്, റിപ്പീറ്റഡ് ഇമോഷൻ ബിക്കംസ് ബിലീഫ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മുടെ ബിലീഫായി മാറുന്നത്. ആ റിപ്പീറ്റഡ് ബിലീഫാണ് പിന്നീട് നമ്മുടെ ലൈഫ് റിയാലിറ്റി ആയി മാറുന്നത്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താ മാറ്റേണ്ടത് വെച്ചാൽ, ബ്രേക്ക് ദ ഹാബിറ്റ് ഓഫ്
അല്ലെ, ബ്രേക്ക് യുവർ ഹാബിറ്റ്, അല്ലെങ്കിൽ ആ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തായത്, ബി യുവേഴ്സ്, നിങ്ങൾ എന്തായിരുന്നു ഇതുവരെയുള്ള ഹാബിറ്റ് അല്ലെങ്കിൽ ആ തോട്ട് പാറ്റേൺ, ഇന്റേണൽ സ്റ്റേറ്റ്, ആ ഇന്റേണൽ സ്റ്റേറ്റ് എന്തായിരുന്നോ അതിൽ ചേഞ്ച് വരുത്തുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്കിയായിട്ട് പറയാനുള്ളത്. ഇഫ് യു വാണ്ട് എ ന്യൂ ഫ്യൂച്ചർ, അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ നമുക്ക് വരണമെങ്കിൽ യു നീഡ് എ ന്യൂ പേഴ്സണാലിറ്റി. ഇവിടെ മാറേണ്ടത് നമ്മൾ ആരൊക്കെയോ ഇങ്ങനെ മാറ്റാൻ നടക്കുക. ചുറ്റിലുള്ള ആളുകളെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെ, നമ്മുടെ മക്കളെ, ഇതൊക്കെ നമ്മുടെ ഔട്ടർ റിയാലിറ്റിയാ. നമ്മുടെ ചുറ്റിലുള്ളവരെന്ന് പറഞ്ഞാല് നമ്മുടെ റിയാലിറ്റിയാ. ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാല് അതാ ഞാൻ പറഞ്ഞത്, ഇന്റേണൽ സ്റ്റേറ്റ്. പറയല്ലേ, എനിക്ക് ഇയാളെ തന്നെ എനിക്ക് കണക്കാക്കി പഠിച്ചോ തന്നാണ് ഇയാളെ തന്നെ. അതങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി, ന്യൂ ഫ്യൂച്ചർ വേണമെങ്കിൽ ന്യൂ പേഴ്സണാലിറ്റി വേണം. അല്ലാതെ ഞാൻ അങ്ങേരെ മാറ്റാൻ നോക്കിട്ടോ അല്ലെങ്കിൽ അവളെ മാറ്റാൻ നോക്കിട്ടോ മക്കളെ മാറ്റാൻ നോക്കിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അത് നമുക്കൊരാളെ മാറ്റാൻ കഴിയില്ല. നമുക്ക് ആകെ മാറ്റാൻ കഴിയുന്നത് നമ്മളെ മാത്രം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അതിന് റെസ്പോൺസ് കൊടുക്കണം, ഇതൊക്കെ നമ്മളാണ്. അതൊക്കെയാണ് നമ്മുടെ, ഞാനെപ്പോഴും പറയാറുണ്ട് സെഷനില്, അല്ലെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതും ഇൻ മൈ കൺട്രോളും ഔട്ട് ഓഫ് മൈ കൺട്രോളും, എന്റെ നിയന്ത്രണത്തിലുള്ളതും എന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തതും. പക്ഷെ നമ്മൾ എപ്പോഴും പുറകെ പോകുന്നത് എന്റെ നിയന്ത്രണത്തിലുള്ളതൊക്കെ അവിടെ വെക്കും. എന്റെ നിയന്ത്രണത്തിലുള്ള എന്റെ പെരുമാറ്റത്തെ, എന്റെ ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവിനെ, എന്റെ ബിഹേവിയറിനെ, എന്റെ ഇമോഷണൽ ഡിസ്റ്റർബൻസിനെ, അല്ലെ, പെട്ടെന്ന് സങ്കടം വരുന്ന എന്റെ നേച്ചർ, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ പാഞ്ഞു നടക്കുക. ബാക്കിയുള്ളവർ അതൊന്ന് ശരിയാക്കിയെടുക്കണം, അവളൊന്ന് ശരിയാക്കിയെടുക്കണം, അല്ലേ. അതാണ്. അങ്ങനെ മാറുമ്പോ ഓട്ടോമാറ്റിക്കലി കറക്റ്റാണ്. അങ്ങനെ നമ്മൾ മാറുമ്പോ നമ്മുടെ റിലേഷൻഷിപ്പ് വരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഫീഡ്ബാക്ക് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അതായത് ഇവിടെയൊക്കെ നമ്മൾ ആ സെയിം പേഴ്സണാലിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ സെയിം പേഴ്സണൽ റിയാലിറ്റി തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ DNA എല്ലാം ഉണ്ട്, നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. നമ്മൾ ഹീലിംഗിന്റെ ഡീപ്പറിലേക്ക് എടുത്ത് പോവുകയാണെങ്കിൽ, നമ്മൾ വൂം ഹീലിംഗ് എന്ന് പറയുന്ന ആൻസെസ്ട്രൽ ഹീലിംഗിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ ഈ DNA നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് ചിലപ്പോൾ പറയല്ലേ, അവരുടെ ആ തലമുറകളിലുള്ള ആരൊക്കെയോ സ്വഭാവം എന്നൊക്കെ പറയല്ലേ, അതുവരെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. നമ്മൾ കണ്ടു കേട്ട് പഠിച്ചത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇന്നർ ചൈൽഡിലുള്ള അത് മാത്രമൊന്നുമല്ല, അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ എന്തോ ഒരു പൈതൃക സ്വത്തൊക്കെ കടന്ന്, അല്ലെ, നമുക്ക് ഇങ്ങനെ തരുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്നർ ചൈൽഡും അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയ നമ്മളും നമ്മുടെ മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാനിഫെസ്റ്റേഷൻ ആണല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഞാൻ ഇപ്പോഴും പബ്ലിഷ് ചെയ്യാറുള്ള, അനൗൺസ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. അപ്പോൾ ആ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? അവിടെയാണ് ആ ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ ആ സ്റ്റേജിലൂടെ കടന്നുപോയ നമ്മുടെ ബിലീഫ്, നേരത്തെ പറഞ്ഞ ഐസ്ബർഗില് പുറമെ കാണുന്നത് തോട്ടാണ് 5%, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ വടംവലി നടക്കുന്നത് നമ്മുടെ ഇന്നർ റിയാലിറ്റിയുമായിട്ടാണ്. ഇന്നർ റിയാലിറ്റിയിലുള്ളത് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ പോരാത്തവനാണെങ്കിൽ എന്നെ എന്നും പോരാത്തവനായി തന്നെ നിലനിർത്താനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും സിറ്റുവേഷൻസും റിലേഷൻഷിപ്പും മാത്രമേ എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കൂ. എപ്പോഴാണോ അത് പുറമെ ഐ ആം ഇന്നഫ്, ഐ ആം ഗുഡ് ഇനഫ്, ഞാൻ നല്ലതാണ്, ഞാൻ അടിപൊളിയാണ്, എനിക്ക് ഓക്കെയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ അതൊരു വിശ്വാസമായിട്ട് 100 നീ ഓക്കെ അല്ല എന്ന് പറയുമ്പോഴും ഞാൻ ഓക്കെയാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ടാവാത്തിടത്തോളം, അല്ലെങ്കിൽ അതെനിക്ക് ഉണ്ടാവണം. അല്ല, ഞാൻ ഏതാണ്ടൊരു വിശ്വാസമൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ 4 കണ്ട് അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്താൽ ശരിയാവില്ല, എനിക്ക് അത്ര കഴിവൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇല്ലേ, അത്ര ആ ഡൗട്ട് വന്നാല് എന്തല്ല, നമ്മുടെ ഇന്റേണൽ റിയാലിറ്റി ഫ്ലക്ച്വേറ്റിംഗ് ആണ്.
അവിടെയാണ് മാനിഫെസ്റ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വിശ്വസിക്കുന്നത് അന്നത്തെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ്. അവിടെ ഞാൻ പോരാ എന്നാണെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ്, നമ്മുടെ വലിയ ലിസ്റ്റ് ചെയ്ത ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾ സെറ്റിംഗ് ഒക്കെ നടത്തി ഞാൻ ഐ ഡിസേർവ് അബൻഡൻസ് എന്ന് പറയും നമ്മളെ, ഐ അട്രാക്ട് മണി, അല്ലെങ്കിൽ ഐ എം എ മണി മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രെയിനിന് ഒരു കൺഫ്യൂഷനാണ്. ഇതിൽ ഫോം ചെയ്തിട്ടുള്ള ഒരുപാട് ന്യൂറൽ പാത്വേസ് ഉണ്ട്. ഇതിൽ ഫോം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ന്യൂറൽ പാത്വേസ് ഉണ്ട്. ഇത് എവിടെയെങ്കിലും മാച്ച് ആവുന്നുണ്ടോ? സിസ്റ്റത്തിൽ എവിടെയെങ്കിലും മാച്ച് ആവുന്നുണ്ടോ? ഐ ആം റിച്ച്, ഉള്ളിൽ എന്താ? അല്ല, ശരിയാവുന്നില്ല, ഇത് മാച്ച് ആവുന്നില്ല, റിജക്ട് ചെയ്തു. അല്ലെ, ഐ അട്രാക്ട് മണി, ഉള്ളിൽ എന്താ? ഇത് മാച്ച് ആവുന്നുണ്ടോ? നോട്ട് മാച്ചിങ്. അല്ലേ, ഐ ലവ് എവ്രി വൺ, അല്ലെങ്കിൽ അതേഴ്സ് റെസ്പെക്ട് മീ, ഉള്ളിൽ എന്താ? ഞാൻ പോരാ, എന്നെ ആർക്കും അത്ര ഇഷ്ടമല്ല, ഞാൻ ചെയ്താൽ ശരിയാവൂല, മാച്ച് ആവുന്നുണ്ടോ? നോ മാച്ചിങ്, റിജക്റ്റഡ്. കറക്റ്റ്. കറക്റ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ കണക്ഷൻ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് മാനിഫെസ്റ്റേഷൻ ഈസ് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ്. നമ്മൾ എഴുതുന്നുണ്ട്, ലിസ്റ്റ് എഴുതുന്നുണ്ട്, പക്ഷെ ബ്രെയിൻ കൺഫ്യൂഷൻ ആവുക. ബ്രെയിൻ ഇങ്ങനെ ക്രോസ് മാച്ചിങ് നടത്തി ക്രോസ് മാച്ചിങ്, ഇതൊന്നും എന്റെ ഉള്ളിലുള്ള അല്ല, ഇതൊന്നും ഇല്ല ഇവന്റെ നിഘണ്ടുവില്. ചില പറയും എന്റെ നിഘണ്ടു തന്നെ അതൊന്നും ഇല്ല എന്ന് പറയില്ല. ഇവന്റെ നിഘണ്ടുവില്, ഇവന്റെ ഈ ഇതിനുള്ളിലെ കോടിക്കണക്കിന് ന്യൂറൽ പാത്വേസിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല. കംപ്ലീറ്റ്ലി അല്ല, മെജോറിറ്റി. ചിലപ്പോൾ ഉണ്ടാവും, ഒന്നും ഇല്ല എന്നൊക്കെ പറയാൻ കഴിയില്ല. ഒരുപാട് പോസിറ്റീവ്സും ഒരുപാട് നല്ല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് 10 നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഏതിനെ കുറിച്ചാണ് കൂടുതൽ സമയം ഓർക്കുക? ഏതിനെ കുറിച്ചാ കൂടുതൽ സമയം നമ്മൾ ഓർക്കുക? ബാഡ് എക്സ്പീരിയൻസാ. അത് റിപ്പീറ്റഡ്ലി 10 തവണ, 10 അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ ആ 10 അനുഗ്രഹങ്ങള് ഓരോ തവണ നമ്മൾ ഓർത്താലും നമ്മുടെ മൈൻഡില് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളത് 100 തവണ നമ്മളൊരാൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 100 തവണ റിപ്പീറ്റ് ചെയ്യും. 10 അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട്, ഒരു ബാഡ് എക്സ്പീരിയൻസ് സംഭവിച്ചു, അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു, 100 തവണ റിപ്പീറ്റ് ചെയ്തു. 10 ആളോട് പറഞ്ഞു, 10 തവണ അതിനെ കുറിച്ച് ആലോചിച്ചു, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഏതിനാണ് പവർ? നെഗറ്റീവിനാണോ പോസിറ്റീവിനാണോ? അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തിനാ പവർ? ഏതായി മെജോറിറ്റി? ഇപ്പൊ മെജോറിറ്റി ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, യെസ്, മെജോറിറ്റിയും ഇങ്ങനെ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇമോഷൻസ് ആണ് വിൻ ചെയ്യുക. അതാണ് അവിടെ വിൻ ചെയ്യുക. ബ്രെയിൻ തന്നെ കൺഫ്യൂഷൻ ആയി. ഇവന് അബണ്ടൻസ് വേണമെന്ന് പറയുന്നുണ്ട്, റിച്ച് ആവണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഇതാണ്, അല്ലേ? അപ്പൊ നമ്മൾ എത്രയൊക്കെ സെറ്റായി അണിഞ്ഞൊരുങ്ങി നിന്നാലും ഇത് ഈ ബ്രെയിൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ടാണ് വൈ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് ഫോർ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, എന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ് ഇതാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്ത് നടക്കുന്ന ആളാണെങ്കിൽ, ചിന്തിച്ച് കാട് കയറുന്ന ആളാണെങ്കിൽ, അത് തന്നെ റിപ്പീറ്റഡ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ച് നടക്കുകയാണെങ്കിൽ, അതിനിടയ്ക്ക് വന്നിട്ട് എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്നകത്ത് കടന്നോട്ടെ, ഞാൻ റിച്ച് ആണ് എന്ന ചിന്ത വന്നിട്ട് എത്ര കൊട്ടി വിളിച്ചാലും എൻ്റെ ഉള്ളിൽ കയറാനാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇന്നർ ചൈൽഡ്, പ്രത്യേകിച്ചും അതിന്റെ ചൈൽഡ് എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് ബിലീഫ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് അവസരങ്ങൾ കിട്ടിയാലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും സാഹചര്യങ്ങൾ വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് തള്ളിക്കളയും. യാ, മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അവിടെ നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതി, യു ഡോണ്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്. നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ അട്രാക്ട് ചെയ്യുക. പിന്നെ എന്താണ്? യു അട്രാക്ട് വാട്ട് യു ഫീൽ ഇന്റേണലി. അകത്ത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ മാറ്റേണ്ടത്? മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ എവിടെയാ മാറ്റം വരുത്തേണ്ടത്? എന്തിനാ What മാറ്റം you feel, വരുത്തേണ്ടത്? what you think. യെസ്, വാട്ട് യു തിങ്ക് ആണെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ ബിലീഫ് സിസ്റ്റം തോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഇന്നർ ബിലീഫ് സിസ്റ്റം നമ്മളിലേക്ക് കൊണ്ടുതന്ന ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് മുതൽ ഇപ്പോഴും നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന
ഞാൻ നേരത്തെ പറഞ്ഞില്ല, എപ്പോഴും ആ ഓർമ്മ എന്റെ ഉള്ളിലുണ്ട്, നിന്നെ അങ്ങനെ വാങ്ങിയാണ്, നീ കൊള്ളൂല, നീ കുറച്ച് നിറം കുറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആ ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മാനിഫെസ്റ്റേഷൻ ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ട അവയർനെസ് തന്നെ. എന്റെ ഇപ്പൊ അറിയില്ല, അവർ പലർക്കും അറിയില്ല ഞാൻ എന്താണ്, എന്റെ ഇപ്പത്തെ റിയാലിറ്റി എന്താണ്, എന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണ്, എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, എന്റെ ഉള്ളിൽ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, എന്റെ ഇമോഷൻസ് എന്താണ്, ഞാൻ എപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സംഗതി എന്താണ്, ഞാൻ റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുന്ന എന്താണ്, ഇതുപോലും പലർക്കും അറിയില്ല. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഇത്തരം ചിന്തകൾ തന്നെ റിപ്പീറ്റ് അല്ലേ, എന്നെ കുറിച്ചുള്ള ഈ വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ പോരാന്നുള്ള വിശ്വാസം, ഇതെനിക്ക് ആര് തന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. തന്നത് ആരോ ആയിക്കോട്ടെ, എപ്പോഴൊക്കെയോ നമുക്ക് കിട്ടിപ്പോയതാണ്, എപ്പോഴൊക്കെയോ ആരിൽ നിന്നൊക്കെയോ നമുക്ക് കിട്ടിപ്പോയി. ഇറ്റ്സ് ഓക്കെ. അതിനിപ്പോ അവിടെ പോയിട്ട് അവർക്ക് നമുക്ക് മാറ്റി തരാനൊന്നും കഴിയില്ല. അപ്പൊ എനിക്കിത് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല്, ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടി, ആര് തന്നു എഴുതുന്നതിനേക്കാൾ ഇത് എപ്പോ മുതലാണ് ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്, ഞാൻ ആദ്യം മുതൽ എങ്ങനെ തന്നെ ആയിരുന്നോ, അല്ലേ? ഏത് ഏജിലാണ് ഞാൻ സ്റ്റക്ക് ആയിട്ടുള്ളത്, ഏത് ഏജിലാണ് എനിക്ക് അത്രയും പെയിൻഫുൾ ആയുള്ള എക്സ്പീരിയൻസ്. അതിന് ഡീപ്പർ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല, ഫ്രീ സെഷൻ ആയതുകൊണ്ട് തന്നെ. കാരണം എന്താന്ന് വെച്ചാല്, അങ്ങനത്തെ അനുഭവങ്ങൾ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എപ്പോഴും പറയുന്ന, കാറിൽ ഉറങ്ങുന്ന സംഗതി ഉണരുമ്പോ വേറെ സ്ഥലത്തായി പോയത്, ഇതിനേക്കാളൊക്കെ വലിയ എന്നെ, പറന്ന് നടന്ന എന്നെ, എന്റെ ചിറകുകള് അല്ലേ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരു പക്ഷേ എനിക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ടാകാം. എനിക്ക് ഒരിക്കലും ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ വിഷമമുള്ള സംഗതികൾ. അതിനാണ് നമ്മൾ അതിനെ റിയലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്, അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അത് തന്നെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ഇന്നർ സ്റ്റേറ്റ് ഓക്കെ ആക്കിയ ശേഷം, ആ ഇന്നർ സ്റ്റേറ്റ് ഓക്കെ ആക്കണമെങ്കിൽ യു ഹാവ് ടു റിലീസ് ദം. ആ കുടുങ്ങിക്കിടക്കുന്നതിനെ എടുത്ത് നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയണം. ഇനി ഞാനിത് ഓർക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ അത് റിലീസ് ചെയ്യാൻ കഴിയില്ല. പിണങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയോട് കരയരുത് എന്ന് പറയുന്നതിനേക്കാളും ആ കുട്ടിയോട് ആ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ട എന്ത് കൊടുക്കണം, അംഗീകാരം കൊടുക്കണം. ആ കുട്ടിക്ക് തോന്നണം, എന്നെ അംഗീകരിക്കുന്നുണ്ട്, യെസ് എനിക്കിപ്പോ അംഗീകാരമൊക്കെ കിട്ടുന്നുണ്ട്, അപ്പൊ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നണം. വേണ്ടേ? അവിടെയാണ് നമ്മൾ ഇന്നർ ചൈൽഡിന് നമ്മൾ അംഗീകരിക്കുന്ന, എനിക്ക് തന്നെ തോന്നുകയാണ് ഓക്കെ, ഞാൻ നല്ലതാണ് തോന്നുന്ന രീതിയിലാണ് ഇമോഷൻസിന് നമ്മൾ റിലീസ് ചെയ്യണം. അന്നേ സ്റ്റക്കായിട്ടുള്ള ഇമോഷൻസിന് എത്ര പേരിലുണ്ട് അങ്ങനെ ആ ഇമോഷൻസിന് സ്റ്റക്കായി കിടക്കുന്നവര്, എന്നിട്ട് അത് ചിന്തിച്ച് ബാക്കിയുള്ള ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നവര്. അതിനൊരുപാട് ടെക്നിക്സ് ഉണ്ട് റിലീസ് ചെയ്യാനുള്ള, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ന്യൂ ഐഡന്റിറ്റി. അതുകൊണ്ടാണ് ഇത്തവണത്തെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിൽ കുറെ കൂടെ കാര്യങ്ങൾ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഇന്റൻഷൻ ജസ്റ്റ് ഹീലിംഗ് ഉള്ളത് മാത്രമല്ല, അതിന് ശേഷവും നമ്മൾ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ കുറച്ച് ആക്ഷനിലേക്ക് വരാനുണ്ട്. നമ്മളൊരു ന്യൂ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ, ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത് അതിൽ വരുന്നുണ്ട്. ഐഡന്റിറ്റി ഹൗ, അല്ലെ? നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യും. നിങ്ങൾ കോൺടാക്റ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രീ സെഷന്റെ ഗ്രൂപ്പും അതേപോലെ ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്, നമ്മുടെ ഫ്രീ സെഷന്റെ ഗ്രൂപ്പ് ലിങ്കും അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ന്യൂ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഐഡന്റിറ്റി അല്ലാതെ ഇന്റേണൽ സ്റ്റേറ്റ് മാറ്റണല്ലോ. ഇന്റേണൽ സ്റ്റേറ്റ് മാറാതെ ഔട്ടർ റിയാലിറ്റി മാറൂല, നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഇന്റേണൽ ഐഡന്റിറ്റിയിൽ ഷിഫ്റ്റ് ചെയ്യണം. ഇന്റേണലി ഞാൻ എങ്ങനെ എനിക്ക് അറിയപ്പെടുന്നു, പുറത്ത് ഞാൻ കൊള്ളൂല എന്നൊരാൾ പറയുമ്പോ എനിക്ക് ഞാൻ ആരായിട്ടാണ് അനുഭവപ്പെടുന്നത്, എന്റെ ഐഡന്റിറ്റി എനിക്ക് എന്താണ് ഞാൻ അറിയണ്ടേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? എല്ലാരും പോയോ? യെസ് വേണ്ട, മാം. വേണം. യെസ്, അത് ഞാൻ അറിയണം. എന്നിട്ട് വേണം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ നോക്കുക. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുക.
അല്ലേ? നമ്മളെപ്പോഴും ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാന്ന് പറയും. ആസ്ക്, ബിലീവ്, പിന്നെ ആക്ട് ചെയ്യാന്ന് പറയും. ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയും. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെറുതെ ചോദിക്കുക, വെറുതെ വിശ്വസിക്കുക എന്നുള്ളതിനേക്കാളും ആ വിശ്വാസം നമുക്ക് പുറമെ നമ്മൾ പലരും നമ്മൾ സറണ്ടർ ആവും, ഉറച്ച് വിശ്വസിക്കൂ എന്ന് പറയും. പക്ഷെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തെ മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് പുറമെ നിന്നിട്ട് ഞാൻ വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നടക്കുവോ? ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ഇന്നർ വർക്ക് കാര്യങ്ങൾ, ഇന്നർ ഹീലിംഗ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇൻസ്പയർഡ് ആക്ഷനും കൂടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാന്നുള്ളതല്ല, ഇതൊക്കെ ചെയ്ത് നമ്മൾ ഹീലൊക്കെ ചെയ്ത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി പല സിറ്റുവേഷൻസും സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഓപ്പർച്യൂണിറ്റി പിക്ക് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് വരും. നേരത്തെ ആരോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സ്റ്റേറ്റ് മാറുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളത്. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു അലൈൻഡ് ആക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ മാച്ചിങ് ഉണ്ടല്ലോ, നമ്മൾ ആവശ്യപ്പെടുന്നു, അത് ഉള്ളിലുണ്ടോ നോക്കുന്നു, ഉള്ളിൽ ഇതാണോ നോക്കുന്നു. അപ്പൊ ഈ ഹീലിംഗ് ഒക്കെ നടന്ന് ഉള്ളിൽ നമ്മൾ വിശ്വാസത്തെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ യെസ് ദിസ് ഇസ് മാച്ചിങ്, ഇത് മാച്ചിങ് ആണ്, അല്ലേ? അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, എവിടുന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ചിലപ്പോ ചൈൽഡ്ഹുഡ് തന്നെ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, ചൈൽഡ്ഹുഡിന് ശേഷവും. പക്ഷെ അതിന്റെ ബേസ് അവിടെ കിടക്കുന്നുണ്ടാവും. ബേസ് നമ്മുടെ കുട്ടിക്കാലത്തിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് തന്നെ കിടപ്പുണ്ടാവും. പക്ഷെ ഇപ്പൊ അത് ഓർക്കുമ്പോൾ അത്ര വിഷമമൊന്നും ഇല്ലെങ്കിൽ കൂടി പിന്നീട് അതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒരു പക്ഷേ കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ മാരേജിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോയപ്പോഴായിരിക്കാം. സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാകും. ടീച്ചേഴ്സ് ചിലപ്പോൾ കളിയാക്കിയ, കൂടെയുള്ളവർ കളിയാക്കിയതൊക്കെ, അല്ലേ? അപ്പൊ ഒരു എനിക്ക് ഓർമ്മ വരുന്ന സംഗതി എന്താന്ന് വെച്ചാൽ, ഒരു ശില്പി ഒരു ശില്പം ഉണ്ടാക്കുന്ന സമയത്ത്, കല്ലിങ്ങനെ കൊത്തുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോ, പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, ഇതിനുള്ളിൽ ഒരു ശില്പം ഉണ്ട്, ഓൾറെഡി ഇതിലൊരു രൂപമുണ്ട്, അതിന് ഞാനൊന്ന് പുറത്തെടുക്കുക. ഇതേപോലെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ രൂപം ഉണ്ട്. ആ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കുന്ന ആ പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റ്, ഞാൻ തുടങ്ങിയിടത്തേക്കാ പിന്നും വരുന്നത്. ഇന്റേണൽ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഉണ്ട്. അതിന് കുറച്ച് പൊടിയും മങ്ങലൊക്കെ വന്നു പോയതാണ്, എവിടേക്കോ സ്റ്റക്കായി പോയത് ഇന്നർ ചൈൽഡ്. അതിനൊന്ന് പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പലരും പറയാൻ നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിധി, നിങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ? സീക്രട്ടിലൊക്കെ പറയുന്നില്ലേ നിധി പേടകം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നൊക്കെ. അപ്പൊ അവിടെ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാല്, അത് എന്തുകൊണ്ട് അത് കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് ആ പ്യുവർ സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്യലാണ്. അത് വെറുതെ നമുക്ക് ഉണ്ട്, എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലേ, അപ്പൊ ഞാൻ ഓക്കെ ആണ് എന്ന് പുറമെ പറഞ്ഞത് കൊണ്ടായില്ല. അതിനാണ് കുറച്ച് ഇന്നർ വർക്കും ഇന്നർ ഹീലിംഗ്. ആ സ്റ്റക്കായി പോയതിന് ഒന്ന് എന്താ പറയാ, ചില സർജറികളൊക്കെ നടത്തേണ്ടി വരും, ചിലപ്പോ ചില കീറി മുറിക്കലൊക്കെ വേണ്ടി വരും. ചിലത് കാഷ്വാലിറ്റി പോയി, ആ മരുന്ന് കഴിച്ചാൽ ചിലപ്പോ ഒരു പക്ഷെ എന്ത് വന്നാലും പെട്ടെന്ന് നമ്മൾ കാഷ്വാലിറ്റിയിലേക്കായിരിക്കും പോകും, അല്ലെ? പെട്ടെന്ന് സീരിയസ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടായിരിക്കും പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഡീപ്പ് ലെവൽ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതേപോലെ ഒരു ഡീപ്പ് ലെവൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. കുറച്ച് ഡീപ്പാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നടക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു ഇന്നർ ഗ്രൗണ്ട് പ്രിപ്പയർഡ് ആവുകയാണ്. ഇന്നർ ഗ്രൗണ്ട് എന്തിനുള്ള? ടു മാനിഫെസ്റ്റ് അവർ ഡ്രീംസ്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാനില്ല, ഇന്റേണൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനില്ല. അപ്പൊ പറയാനുള്ളത്, ചിന്തകൾ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മുടെ ചിന്തകൾ കൊണ്ട് മാത്രം രൂപപ്പെടുന്നതല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു സംഗതി, ഒരു ഇന്നർ സ്റ്റേറ്റ് നിങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു പക്ഷേ പോസിറ്റീവ് ആകാം, ഒരു പക്ഷേ നെഗറ്റീവ് ആകാം. ഒരു ഐഡന്റിറ്റി എന്റെ നിങ്ങളൊക്കെ ഉള്ളിൽ എത്രയൊക്കെ നമ്മള് ഇങ്ങനെ പറഞ്ഞാലും ഒരു ഐഡന്റിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഇന്നർ ഐഡന്റിറ്റി, പുറത്തുള്ളതല്ല. പുറത്തുള്ള ഐഡന്റിറ്റി ആയിരിക്കില്ല,
വാട്ട് വി ഹോൾഡ് ഇൻ റിയാലിറ്റി, അല്ലെങ്കിൽ ഇന്റേണലി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഉണ്ട്, ഒരു ഐഡിയൽ, ഒരു റിയൽ ഐഡന്റിറ്റി ഉണ്ട് നമുക്ക്. ആ ഐഡന്റിറ്റി ചേഞ്ച് ആകുമ്പോഴാണ് അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. എന്ത് ചേഞ്ച് ആവണമെങ്കിൽ? ഔട്ടർ റിയാലിറ്റി നമ്മുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാണെങ്കിൽ, ഔട്ടർ റിയാലിറ്റി മാറണമെങ്കിൽ. അപ്പൊ അതിനുള്ള ഓരോ വിത്തുകളൊക്കെയാണ് നമ്മുടെ, എന്താ പറയാ, അഫർമേഷൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ അഫർമേഷൻസിനെ റിസീവ് ചെയ്യാനുള്ള തരത്തിലേക്ക് ഈ മണ്ണിനെ ഒന്ന് പാകപ്പെടുത്തലാണ്, അല്ലേ? അതാണ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത് ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്നർ ചൈൽഡ് അത് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസിക അവസ്ഥയിൽ, അതെന്നോ എവിടെയോ കുടുങ്ങിപ്പോയ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോഴും എങ്കിൽ, ഇന്ന് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ സംഗതിയെ സ്വീകരിക്കാൻ ഒരു പക്ഷെ അത് വില്ലിങ് ആവണം എന്നില്ല. പക്ഷെ അതിന് ഹീൽ ചെയ്ത് കളയുമ്പോൾ ഒരു പക്ഷെ അത് വില്ലിങ് ആവും ആഫ്റ്റർ, അല്ലെ, അതിനുശേഷം നമ്മൾ ഒരു ഇൻസ്പയർഡ് ആക്ഷനും കൂടി എടുക്കുന്ന സമയത്ത്. അതാണ് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചും. അപ്പൊ നമ്മള് 12th, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പേഴ്സൺ സിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 15ാം തീയതി നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ 8ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കലുണ്ട്. കഴിഞ്ഞ സെഷനിൽ ഞാൻ അതിന്റെ ബ്രോഷറും ഷെയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് റെക്കോർഡിംഗ് കണ്ടാൽ മതി, എവറി വീക്കിൽ ഉണ്ടാവുന്നേ. ഇനി അതേപോലെ വൺസ് അഗെയിൻ ഞാൻ അതിലേക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഡീറ്റെയിൽസും കൂടെ അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ തന്നിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യാം. എന്തെങ്കിലും അതിന്റെ ഫ്രീ സ്ട്രക്ചറോ, ഇനി അതല്ലെങ്കിൽ അതിന്റെ കോഴ്സ് എങ്ങനെ പോകുന്ന ഡ്യൂറേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ 15th സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. ഇനി അതല്ല ഇന്നത്തെ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും, നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് അതിലെ ചേഞ്ചസ് അങ്ങ് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇന്നത്തെ സെഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? കറക്റ്റ് ഷാർപ്പ് 9 ഞാൻ നിർത്തിയതാണ്. ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പാറ്റേണോ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു സംഗതി നടക്കുന്നത്, നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വീക്കിലുള്ള സെഷനിൽ നമുക്ക് വീണ്ടും കാണുകയും ചെയ്യാം. ഖദീജ മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. അപ്പൊ ആർക്കും ഒന്നുമില്ല, സെഷൻ ഓക്കെ ആയിരുന്നോ? സെഷൻ കണക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ഏരിയാസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ പറഞ്ഞ കാര്യങ്ങളിൽ, നിങ്ങളുടെ റിയാലിറ്റിയുമായിട്ടോ? ഖദീജ എന്തെങ്കിലും പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്റെ സക്സസ്. പേര് മോളുടെ പേരാണ് ഇട്ടത്. മോളുടെ പേരാണോ ഖദീജ മെഹജബിന്ന്? ഞാൻ മാറ്റിക്കോളാം. ഓ കുഴപ്പമില്ല. എന്റെ പേര് സലീല. സലീല. സലീല മാം. സലീല മാം ഇതിൽ ജോയിൻ ആയിട്ടുണ്ടല്ലോ. ഞാൻ ജോയിൻ ആയിട്ടുണ്ട്. സലീന മാം അല്ല, ഈ സലീല എന്ന് പറയുന്ന പുതിയ ബാച്ചിൽ സെലീല സിനി ജോയിൻ ആയത് ഇവിടെ ഇല്ല. സെലമ കറന്റ് ബാച്ചിൽ, ഇപ്പൊ റണ്ണിങ് ബാച്ചിൽ. എങ്ങനെയുണ്ട് സെലമ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോകുമ്പം ഞാന് വണ്ടിയും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ വണ്ടി എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ഐ ഷുഡ് ബി ഏബിൾ ടു ഡ്രൈവ് ടു വർക്ക് കം ബാക്ക്. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല ദൂരമുണ്ട് വീട്. അപ്പം നമ്മൾ ആ ഒരു ടാക്സി ഫെയർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1.5 മണിക്കൂർ നടക്കുമായിരുന്നു, വേ ബാക്ക് ഫ്രം ഓഫീസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് നമ്മൾക്കപ്പോ ഏജ് എല്ലാം ചെറിയ പ്രായമല്ല, അപ്പൊ നമുക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, വൺസ് ഹാവ് ടു ഡ്രൈവ്. അത് എപ്പോഴും, അതായത് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷെ ദെൻ ഐ ബോട്ട് എ കാർ, ദെൻ ഐ വാസ് ഡ്രൈവിംഗ് ബാക്ക് ഹോം. അപ്പോൾ ഈച്ച് ടൈം ഐ ഡ്രോവ് ഐ വാസ് വെരി ഹാപ്പി. കാരണം അത് എത്ര ഡിഫിക്കൽട്ടാണ്, ഐ വെൻ ത്രൂ ദാറ്റ്. ഗ്രേറ്റ്. അപ്പം ആ സമയത്ത് ഇത് മാനിഫെസ്റ്റേഷൻ ആണെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഐ റിയലി അണ്ടർസ്റ്റാൻഡ്, അതും നമ്മ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം റിയാലിറ്റി ആവുമായിരുന്നു. ഒരുപാട് ഇന്നർ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് സെലീന മാം. ഒരുപാട് അതിനുള്ള ആ ഒരു വിശ്വാസമാണ് ഞാൻ പറഞ്ഞ ബിലീഫാണ്, ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി ഒരുപാട് ഇന്നർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതേപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിന്റെ റസീന മാമ കേൾക്കാൻ പറ്റിയില്ല. കുറച്ച് കേൾക്കാൻ വേണ്ടി സമയത്തിന് കാത്തുനിന്നു, ഏതൊക്കെ കാത്തുനിന്നു. റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. റെക്കോർഡ് ഷെയർ ചെയ്യാം. റെക്കോർഡ് ഭയങ്കര എന്തായാലും ടെൻഷനായി പോയി. ഭയങ്കര ടെൻഷൻ. എവിടെ പോവാതെ കണ്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് സമയം കാത്തുനിന്നു. പിന്നെ സമയം അങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ റെക്കോർഡ് ഷെയർ ചെയ്തരാം ഗഫൂർക്ക. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം നമ്മളോട് ഭയങ്കരമായിട്ട് കാണിക്കുന്നല്ലേ, ആ ഒരു എല്ലാവരും ഇഷ്ടമായി പോയി. ഞാൻ താങ്ക് യു. മോളിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഗഫൂർക്ക. ഞാൻ എന്തായാലും റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ കേൾക്കാത്തവരോ ലേറ്റ് ആയിട്ട് കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് വാച്ച് ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് പേഷ്യൻസ്. എല്ലാവരും ഇത്രയും സമയം ഇവിടെ ഇരുന്നതിന്, കേട്ടതിന്, ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്ത് കമന്റ് തന്നതിനും, സംശയങ്ങൾ ചോദിച്ചതിന്, ഫീഡ്ബാക്ക് പറഞ്ഞതിന് എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ആൻഡ് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.